പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങി ഉന്നത പദവികളിലുള്ളവർ തടവിലായാൽ പദവിയിൽ നിന്ന് നീക്കാൻ വ്യവസ്ഥയുള്ള ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ. ബില്ലിൽ തെറ്റൊന്നും കാണാനില്ലെന്നും ചർച്ചകൾ നടക്കട്ടെയെന്നും തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബില്ലിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി എതിർക്കുമ്പോഴാണ് പ്രതിപക്ഷ എംപിയായ തരൂരിൻ്റെ ഈ പ്രതികരണം. അതേസമയം പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ബില്ലെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ വിമർശനം. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനാൽ ഉച്ചവരെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാനായില്ല. ബഹളത്തിന്റെ ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷാർഹമായ ഏതെങ്കിലും കുറ്റത്തിന് 1 മാസം വരെ തടവിലാകുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങി ഉന്നത പദവികളിലുള്ളവരെ നീക്കാൻ വ്യവസ്ഥയുള്ള ബില്ലാണ് സർക്കാർ കൊണ്ടുവന്നത്. ഇതിനായി 130 ഭരണഘടനാ ഭേദഗതി അടക്കം ബില്ലുകൾ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തടവിലുള്ള മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും 31 ദിവസം പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. ശിക്ഷ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നീക്കം ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. അധികാരത്തിലുള്ള പ്രധാനമന്ത്രിയാണ് സമാനമായ രീതിയിൽ അറസ്റ്റിലാകുന്നതെങ്കിൽ 31 ദിവസം രാജിവെക്കണം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് ബില്ലിലെ വ്യവസ്ഥ.